തൃക്കരിപ്പൂരിലെയും ചീമേനിയിലെയും RSS നിയന്ത്രണത്തിലുള്ള സ്കൂളുകളിലും പാദപൂജ. തൃക്കരിപ്പൂർ ചക്രപാണി വിദ്യാലയത്തിലും ചീമേനി വിവേകാനന്ദ വിദ്യാലയത്തിലും വിദ്യാർത്ഥികളെ കൊണ്ട് അധ്യാപകരുടെ കാലുകഴുകി പൂജ നടത്തി. സിജു കണ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സിജു, RSS നിയന്ത്രണത്തിലുള്ള ഭാരതീയ വിദ്യാനികേതന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളിൽ അധ്യാപകരുടെ കാൽ കഴുകി പൂജ നടത്തുകയാണ്. അപരിഷ്കൃതമായ നടപടിയാണ് ഇതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത്തരം കാവ്യവൽക്കരണ നടപടികൾക്കെതിരെ പ്രതിഷേധം ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. വിജി, കാസർകോട്ടെ RSS നിയന്ത്രണത്തിലുള്ള സ്കൂളുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഓരോന്നോരോന്നായി പുറത്തു വരുന്നത്. വിദ്യാർത്ഥികളെ കൊണ്ട് അധ്യാപകരുടെ പാദപൂജ ചെയ്യിക്കുന്ന ദൃശ്യങ്ങളാണിവ. ബന്ദടക്ക കാക്കച്ചാൽ സരസ്വതി വിദ്യാലയത്തിലെ ദൃശ്യങ്ങളാണ് ഇന്ന് വൈകുന്നേരത്തോടുകൂടി കൈരളി ന്യൂസ് പുറത്തുവിട്ടത്. അതിന് പിന്നാലെ ഇപ്പോൾ കൂടുതൽ സ്കൂളുകളിൽ പാദപൂജ നടന്നിട്ടുണ്ടെന്ന വിവരമാണ് ലഭിക്കുന്നത്. തൃക്കരിപ്പൂർ ചക്രപാണി സ്കൂൾ, ചീമേനി വിവേകാനന്ദ സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള പാദപൂജ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തീർത്തും അപരിഷ്കൃതമായ ഒരു ചടങ്ങാണ് ഈ സ്കൂളുകളിൽ നടത്തിയിരിക്കുന്നത്. സ്കൂളിലെ വിദ്യാർത്ഥികളെ കൊണ്ട് വിരമിച്ച അധ്യാപകർ, അതോടൊപ്പം തന്നെ സ്കൂളിലെ അധ്യാപകരുടെ എല്ലാം തന്നെ കാൽ കഴുകി പൂവിട്ട ശേഷം തൊട്ട് വന്ദിച്ച് പൂജിക്കുന്ന രീതിയിലാണ് ഈ ചടങ്ങ് സംഘടിപ്പിച്ചത്. അധ്യാപകർ കസേരയിൽ ഇരിക്കുകയായിരുന്നു. അതിന് തൊട്ട് താഴെ മുട്ടുകുത്തി നമ്മുടെ കുട്ടികളെ നിർത്തിച്ചതിന് ശേഷമാണ് ഇവർ ഈ പാദപൂജ ചടങ്ങ് ചെയ്യിച്ചത്. ഈ പുരോഗമന സമൂഹത്തിൽ ഈ കാലത്ത് ഏറ്റവും അപരിഷ്കൃതമായ ഒരു കാഴ്ചയാണ്, ഒരിക്കലും ആർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു കാഴ്ചയാണ് RSSന്റെ നിയന്ത്രണത്തിലുള്ള ഈ വിദ്യാലയങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഗുരു പൂർണിമ എന്ന പേരിലാണ് ഈ അപരിഷ്കൃതമായ ആചാരം സംഘടിപ്പിച്ചത്. വ്യാസ ജയന്തി ദിനത്തിന്റെ ഭാഗമായി വിദ്യാലയ സമിതിയുടെ നേതൃത്വത്തിൽ അധ്യാപകരുടെ പാദപൂജ ചടങ്ങ് നടത്തുകയായിരുന്നു. ഏതായാലും വലിയ പ്രശ്നമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ബാലസംഘം, SFI സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ട്. അപരിഷ്കൃതമായ രീതിയിൽ വിദ്യാർത്ഥികളെ അധ്യാപകരുടെ പാദപൂജ ചെയ്യിപ്പിക്കുന്നത് തീർത്തും പ്രതിഷേധാർഹമാണെന്നും അന്വേഷണം നടത്തി അധികൃതർ നിയമ നടപടി സ്വീകരിക്കണമെന്നും SFIയും ബാലസംഘവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. സിജു, പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിൽ സ്കൂൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം ലഭ്യമായിട്ടുണ്ടോ? വിജി, നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് സ്കൂൾ അധികൃതരോ മറ്റ് സംഘടനാ അധികൃതരോ ഒരു തരത്തിലുള്ള വിശദീകരണവും നൽകിയിട്ടില്ല. കാരണം ഇത് പതിവായി നടക്കുന്ന ചടങ്ങാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. കേന്ദ്രീയ വിദ്യാലയങ്ങളുടെ മറവിൽ തീർത്തും അപരിഷ്കൃതമായ ആചാരങ്ങൾ ഉൾപ്പെടെ ചടങ്ങുകൾ ഉൾപ്പെടെ നടത്തിക്കൊണ്ട് വിദ്യാർത്ഥികളെ ഈ പരിഷ്കൃത ലോകത്ത് നിന്ന് തന്നെ മാറ്റിക്കൊണ്ട് മറ്റു തരത്തിലുള്ള ചിന്തകൾ വിദ്യാർത്ഥികളുടെ മനസ്സിലേക്ക് കടത്തിവിടുന്ന രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത്തരം വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഉപേക്ഷിക്കപ്പെട്ട പുരാണങ്ങളിൽ അല്ലെങ്കിൽ ഇത്തരം ഐതിഹ്യങ്ങളിൽ മാത്രം പറഞ്ഞു കേട്ട ചടങ്ങുകളും വളരെ പ്രാകൃതമായ രീതിയിലുള്ള ചടങ്ങുകളെല്ലാം തന്നെ നടത്തിക്കൊണ്ട് വിദ്യാർത്ഥികളുടെ മനസ്സിൽ മറ്റൊരു തരത്തിലുള്ള ചിന്തകൾ വളർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത് എന്ന് ആണ് മനസ്സിലാക്കുന്നത്. എല്ലാ വർഷവും ഈ RSS നിയന്ത്രണത്തിലുള്ള സ്കൂളുകളിൽ സമാനമായ രീതിയിലുള്ള ചടങ്ങുകൾ ഗുരുപൂർണിമ എന്ന പേരിൽ സംഘടിപ്പിക്കാറുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ബന്ദടക്ക സ്കൂളിൽ കഴിഞ്ഞ വർഷവും ഉണ്ടായിരുന്നു ഇത്തരം ചടങ്ങ് എന്ന തരത്തിലുള്ള വിവരം ലഭിച്ചിട്ടുണ്ട്. ചീമേനി വിവേകാനന്ദ സ്കൂളിലും അതോടൊപ്പം തൃക്കരിപ്പൂർ ചക്രപാണി സ്കൂളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നേരത്തെ പുറത്തു വന്നു. ഇവിടെയും സമാനമായ നിലയിൽ വിരമിച്ച അധ്യാപകർ, അതോടൊപ്പം തന്നെ സ്കൂളിലെ അധ്യാപകരെ എല്ലാം തന്നെ വിദ്യാർത്ഥികൾ കാൽ കഴുകി പൂവിട്ട് പൂജിച്ച് കാൽ തൊട്ട് വന്ദിക്കുന്ന നിലയിലേക്കാണ് അത്തരം ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത്. തീർത്തും പ്രാകൃതമായ പരിഷ്കൃത ലോകത്തിന് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത തരത്തിലുള്ള ദൃശ്യങ്ങളാണ് ഈ RSS നിയന്ത്രണത്തിലുള്ള കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ നിന്ന് പുറത്ത് വരുന്നത്. വലിയ രീതിയിലുള്ള ഇടപെടൽ, പൊതുസമൂഹത്തിന് ഇടപെടൽ ഇതുമായി ബന്ധപ്പെട്ട് ആവശ്യമായി വരുന്നു. വിദ്യാർത്ഥികൾക്കിടയിൽ പ്രവർത്തിക്കുന്ന പുരോഗമന പ്രസ്ഥാനമായ SFI ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായ പ്രതിഷേധമാണ് അറിയിച്ചിരിക്കുന്നത്. SFI കാസർഗോഡ് ജില്ലാ കമ്മിറ്റി തന്നെ ശക്തമായ നടപടി ഇതുമായി ബന്ധപ്പെട്ട് എടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുട്ടികളുടെ സംഘടനയായ ബാലസംഘവും കുട്ടികളെ അപമാനിക്കുന്ന തരത്തിൽ കുട്ടികളെ കൊണ്ട് കാൽ കഴുകിക്കുന്ന ഈ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അന്വേഷിച്ച് ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടി സ്വീകരിക്കണമെന്നും SFIയും ബാലസംഘവും നിലവിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പൊതുസമൂഹത്തിന്റെ വലിയ പ്രതിഷേധമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. വിജി.